കഴിഞ്ഞ 71 ദിവസങ്ങളായി കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വളരെ സുപരിചിതമായി കഴിഞ്ഞ പേരായിരുന്നു അർജുൻ്റേത്. നമ്മുടെയൊക്കെ വീടുകളിലെ ഒരംഗം പോലെയായി തീർന്നിരുന്നു അർജുൻ. ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ജീവൻ രക്ഷിക്കാനായുള്ള പ്രാർത്ഥനയിലായിരുന്നു ആദ്യ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ എല്ലാവരും. പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ പ്രതീക്ഷ അകന്നകന്നു പോയി. ഒടുവിൽ അർജുന്റെ മൃതദേഹമെങ്കിലും കണ്ടുകിട്ടുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു അർജുന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ. ഞങ്ങൾക്ക് കർമ്മം ചെയ്യാനെങ്കിലും അർജുന്റെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അർജുന്റെ അമ്മ മുമ്പ് പറഞ്ഞിരുന്നത്. ഇന്നിതാ തിരച്ചിലിന് പരിസമാപ്തിയായിരിക്കുന്നു. ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിൽ ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി വാർത്ത പുറത്തു വരുന്നു. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 71 ദിവസം പൂർത്തിയായിരിക്കവെയാണ് കണ്ണീരിൽ കുതിർന്ന ഈ വാർത്തയെത്തുന്നത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തി എന്ന വിവരമായിരുന്നു പുറത്തു വന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത്. ക്യാബിൻ പുറത്തെടുക്കുന്ന സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താവ് ജിതിനും ദൗത്യസ്ഥലത്തുണ്ടായിരുന്നു. അർജുനെ കാണാതായിട്ട് ഇന്ന് 71 ദിവസം പൂർത്തിയാവുമ്പോഴാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സ്ഥലത്തുണ്ടായിരുന്നു. ജൂലൈ 16-നാണ് അർജുനെ കാണാതാവുന്നത്. അന്ന് രാവിലെ 8:45-നാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ജൂലൈ 23-ന് റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ ഗംഗാവാലി നദിയിൽ നിന്ന് കിട്ടിയിരുന്നു. ജൂലൈ 28-ന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. ഓഗസ്റ്റ് 14-ന് രണ്ടാം ഘട്ട തിരച്ചിൽ തുടങ്ങി. ഓഗസ്റ്റ് 17 ആകുമ്പോഴേക്കും ശക്തമായ മഴയും മടിയൊഴുക്കും കാരണം തിരച്ചിൽ തുടരാനായില്ല. ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കാതെ പോയി. ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തിരച്ചിലിനിറങ്ങി. എങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയിലായിരുന്നതിനാൽ ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതിനാലും അധികം ആഴത്തിലേക്ക് പോകാനായിരുന്നില്ല.